ഇന്നലെ രാത്രിയിൽ ജാസ്മിൻ റസ്മിനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്റെ അടുത്തൊന്ന് കിടക്കണം, നിന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് കിടക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജാസ്മിനും റസ്മിനും ഒന്നിച്ച് അടുത്തടുത്ത് കിടക്കുന്നു. ജാസ്മിൻ റസ്മിൻ അടുത്ത് വന്ന് കിടന്നതും റസ്മിനെ കെട്ടിപ്പിടിച്ചങ്ങ് കരയാണ്. അപ്പോൾ ഇവരൊരു പുതപ്പെടുത്ത് മൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവർ സംസാരിക്കുന്നതും കരയുന്നതും ഒന്നും പുറത്ത് കാണണ്ട എന്ന ഉദ്ദേശത്തോടെയാണ് ചെയ്തിരിക്കുന്നത്. അത് ക്യാമറയ്ക്ക് ഷൂട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കാണാനും പറ്റുന്നുണ്ടായിരുന്നില്ല. സോ മേ ബി ജെന്യുവൻ ആയിട്ടുള്ള ഫീലിങ്സ് ആയിരിക്കാം. കാരണം കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുന്നു എന്നറിയുമ്പോൾ മനുഷ്യൻ ചിലപ്പോൾ ആ സമയത്ത് അവരുടെ മുഴുവൻ ഇമോഷൻസും പുറത്ത് വരുമല്ലോ. ഇപ്പോൾ ഇവർ വിചാരിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ പുറത്ത് പോയിരിക്കുന്നത്. അവർ വിചാരിച്ചതുപോലെ പോസിറ്റീവ് അല്ല കാര്യങ്ങൾ, ഭയങ്കരമായ നെഗറ്റീവ് അവർക്കുണ്ട് എന്ന ഒരു തിരിച്ചറിവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ആകണം ജാസ്മിനെ ഇന്നലെ തളർത്തിയിട്ടുണ്ടാവുക. അപ്പോൾ കെട്ടിപ്പിടിച്ച് ജാസ്മിൻ പറഞ്ഞത്, വയ്യ മോളെ, എനിക്ക് തിരിച്ചറിയാനുള്ള എൻ്റെ കഴിവൊക്കെ പോയിരിക്കുകയാണ്, ഇമോഷൻസ് പോലും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നെ ആക്കി കളഞ്ഞു എന്നാണ് ജാസ്മിൻ പറയുന്നത്. ആര് ജാസ്മിനെ അവസ്ഥയിലാക്കിയെന്ന് ചോദിച്ചാൽ ജാസ്മിനും ഗബ്രിയും കൂടെ തന്നെയാണ്. അത് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം വേറെ ആരും അവരെ അവസ്ഥയിലാക്കിയിട്ടില്ല, വേറെ ആരും ഈ അവസ്ഥയിൽ ആ വീട്ടിലുമില്ല. അപ്പോൾ ഈ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ അവർക്ക് ആയിട്ടുണ്ടെങ്കിൽ, അത് പ്രകടിപ്പിക്കുമ്പോൾ പോലും ഭയപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ, അതിനെ അവിടെ അവർ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും ജാസ്മിനും ഗബ്രിക്കും മാറി നിൽക്കാൻ പറ്റില്ല. സോ നമുക്ക് ബാക്കി അവരെന്താ പറഞ്ഞെന്ന് നോക്കാം. സായി ഭയങ്കര കൂളായിട്ട് പറയുവാണ്, നീ കളിയിലേക്ക് തിരിച്ചു വരണമെന്ന്, അവനോട് ട്രാക്ക് മാറ്റാൻ പറയണമെന്ന്. പറയാൻ എന്തെളുപ്പം. റസ്മിനെ, എനിക്കിവിടെ നിന്ന് ഗബ്രി പോകുന്നത് സഹിക്കാൻ പറ്റില്ല. അവൻ പോകരുത് റസ്മിൻ. ഞാൻ കാരണം അവൻ പോയാൽ ഞാൻ ഇല്ലാതെയായി പോകും റസ്മിൻ എന്നാണ് ജാസ്മിൻ ഇന്നലെ ആ പുതപ്പിനടിയിൽ കിടന്ന് റസ്മിനോട് സംസാരിച്ചത്. മൈക്കുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ ജാസ്മിൻ പരമാവധി അവരുടെ ഇമോഷൻസിനെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കരയുന്നത് ചിലപ്പോൾ ആരും കാണരുത് എന്ന് ഓർത്തിട്ടാകാം, പുതപ്പൊക്കെ കൊണ്ട് മറച്ചൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഒരുപാട് സമയം റസ്മിനോടൊപ്പം ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കുകയും ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ജെന്യുവനായിട്ട് തോന്നി. അല്ലെങ്കിൽ ക്യാമറയുടെ മൂട്ടി പോയിരുന്ന് കരഞ്ഞാൽ മതിയല്ലോ. മേ ബി ഞാൻ പറഞ്ഞല്ലോ, ലാലേട്ടൻ്റെ എപ്പിസോഡിൽ സ്വാഭാവികമായിട്ടും വലിയൊരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിലൊക്കെ നടന്ന ഒരു ഡേ ആണ്. അപ്പോൾ ആ ഇമോഷൻസും ഒരു പ്രഷർ കുക്കർ ഫീലിംഗ് ആയിരുന്നു ഇന്നലെ ഇവർക്കിടയിൽ കണ്ടത്. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം.